നമസ്കാരം, ഞാൻ രശ്മി, തനിമ എക്സ്ക്ലൂസീവ്. ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത് കള്ള കേസാണ്. എന്നെ രാഷ്ട്രീയമായി നശിപ്പിക്കാൻ ചെയ്ത ബോധപൂർവം നടത്തിയ രാഷ്ട്രീയ കള്ളക്കേസാണ്. ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറി എൽ സിന്ധുവിനെ വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിച്ചെന്നും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നുമുള്ള പരാതിയിൽ വെള്ളനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈസ് പ്രസിഡന്റിനെതിരെ ആര്യനാട് പോലീസ്, വനിതാ കമ്മീഷൻ, തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ തുടങ്ങിയവർക്ക് സെക്രട്ടറി പരാതി നൽകിയിരുന്നു. ഡിസംബർ 6 വൈകിട്ട് 4:30 പരാതിക്ക് അടിസ്ഥാനമായ സംഭവം. പഞ്ചായത്തിലെ ഫയലുകൾ തീർപ്പാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ജീവനക്കാരുമായി സെക്രട്ടറി സംസാരിക്കുന്നതിനിടെ ക്യാബിനുള്ളിൽ കടന്നുവന്ന വൈസ് പ്രസിഡന്റ് മോശമായ പദപ്രയോഗം നടത്തുകയും ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്ത ശേഷം തന്നെ അടിക്കാൻ ശ്രമിച്ചെന്നാണ് സെക്രട്ടറിയുടെ പരാതി. വെള്ളനാട്ടിലെ പൊതുശ്മശാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിന് ഭരണസമിതി തീരുമാനം എടുക്കുന്നതിന് മുൻപ് 2 ലക്ഷം രൂപയുടെ ചെക്കുകൾ ഒപ്പിട്ട് നൽകാത്തതിലുള്ള വിരോധമാണ് സംഭവത്തിന് പിന്നിലെന്ന് സെക്രട്ടറി പറഞ്ഞു. അതേസമയം സെക്രട്ടറി സ്വയം ജാതി പറഞ്ഞ് തന്നെ അടിക്കാനാണ് ശ്രമിച്ചതെന്നും മറ്റ് ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും വെള്ളനാട് ശ്രീകണ്ഠൻ പറഞ്ഞിരുന്നു. സെക്രട്ടറിയുടെ പരാതിയിന്മേൽ ആണ് കേസ് എടുത്തിരുന്നത്. ശ്രീകണ്ഠൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ അറസ്റ്റ്. പഴയൊരു നേതാവായിരുന്ന ഒരാളിനെ അറസ്റ്റ് ചെയ്ത് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് ഭരണസമിതികൾ സാധാരണ ആളുകളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് വെള്ളനാട് പഞ്ചായത്തിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് വെള്ളനാട് പഞ്ചായത്തിലെ പാവപ്പെട്ട ആളുകളെ എന്നും എക്കാലവും കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ നേതാവും അന്നത്തെ നേതാവും ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വളരെ നല്ല സശ്രദ്ധമായ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒട്ടനവധി കേസുകളിൽ പ്രതിയായ അദ്ദേഹവും ജയിലിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ വെള്ളനാട് ശ്രീകണ്ഠൻ 25ാമത് വർഷം പൂർത്തിയാവുകയാണ് പഞ്ചായത്ത് മെമ്പർ എന്നത്. അദ്ദേഹവും ഇത്തരത്തിൽ ജനകീയമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി നന്നായി ഇടപെട്ടുകൊണ്ടും മുന്നോട്ട് പോകും. വെള്ളനാട് പഞ്ചായത്തിൽ ആര് തന്നെ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരായിരുന്നാലും സാധാരണ ആളുകളുടെ വിഷയങ്ങളിൽ സമയബന്ധിതമായി കാര്യങ്ങൾ നടക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചായത്തിലെ പുതുതായി മാറി വന്ന സെക്രട്ടറി സാധാരണ ആളുകൾ ഒരു അപേക്ഷ കൊടുത്താൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോലും പഞ്ചായത്ത് ഓഫീസിൽ കാത്തു നിന്നാൽ അവർക്ക് സമയബന്ധിതമായി സർട്ടിഫിക്കറ്റുകൾ നൽകാത്ത വിഷയം വളരെ വലിയ വിഷയമായി ജനപ്രതിനിധികളും നാട്ടുകാരും പഞ്ചായത്ത് അധികാരികളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെക്രട്ടറിയോട് ഇത് പറ്റില്ല, ആളുകൾക്ക് യഥാസമയം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. സെക്രട്ടറിയോട് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വളരെ നിഷേധമായ സമീപനമാണ് സെക്രട്ടറി സ്വീകരിക്കുന്നത്. ഇവിടെ എനിക്ക് അങ്ങനെ നിങ്ങൾ പറയുന്ന അനുസരിച്ച് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ പറ്റില്ല, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലെ ഭരണ നേതൃത്വം പറയുന്ന അനുസരിക്കാനല്ല പാർട്ടിക്കാർ എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ധിക്കാരപരമായ മറുപടി സെക്രട്ടറി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈസ് പ്രസിഡന്റ് ഇതിവിടെ പറ്റത്തില്ല, ഇവിടെ സാധാരണ ആളുകളെ സംരക്ഷിക്കുന്ന സഹായിക്കുന്ന നടപടികൾ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ അത്തരത്തിലുണ്ടായ ഒരു വാഗ്വാദത്തെ, ഒരു സംസാരത്തെ സെക്രട്ടറി ബാഹ്യപ്രേരണയാൽ വെള്ളനാട് ശ്രീകണ്ഠൻ അടക്കമുള്ള ജനപ്രതിനിധികളെ ഒന്ന് ഭയപ്പെടുത്തുവാൻ വേണ്ടി സെക്രട്ടറിയുടെ വീട്ടിലെ ജോലിക്കാരായി കിട്ടാത്ത ആളുകളെയൊക്കെ ഒന്ന് പേടിപ്പിക്കുന്ന ഒരു സമീപനത്തിന് വേണ്ടി ആരോ കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നുള്ള തരത്തിൽ ഇത്തരത്തിലൊരു പരാതി നൽകിയത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സെക്രട്ടറിയുടെ പ്രവർത്തനം ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയില്ല എന്നാണ് നാട്ടുകാരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിൻ്റെയും പൂർണ്ണമായ വിശ്വാസം. വെള്ളനാട് ശ്രീകണ്ഠൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷക്കാലമായി ജനപ്രതിനിധിയാണ്. അദ്ദേഹം വെള്ളനാട് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്.
ഒട്ടനവധി സാമൂഹ്യ സംഘടനകളുടെ നേതാവാണ്. അദ്ദേഹം എല്ലാവരോടും വളരെ മര്യാദയ്ക്കും മാന്യമായി ഇടപെടുന്ന ആളാണ്. കഴിഞ്ഞ 4 മാസക്കാലമായി അദ്ദേഹം ബൈപ്പാസ് കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന ഒരവസ്ഥയിലാണ്. ഒരു ജനാധിപത്യത്തിലെ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്ന നിലയിലാണ് വീണ്ടും അദ്ദേഹം പഞ്ചായത്തിലെ നിത്യ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സാധാരണക്കാരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിൽ പോവുകയും വരികയും ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരാളെ ഇത്തരത്തിലില്ലാത്ത കള്ളക്കേസിൽ കുരുക്കി തൻ്റെ ജാതിയുടെ പേര് പറഞ്ഞാൽ തനിക്ക് മേൽക്കൈ കിട്ടും എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തിക്കെതിരെ നിയമപരമായ ഭരണഘടനാപരമായ എല്ലാവിധമായ പരിരക്ഷയോടും കൂടിയുള്ള നിയമ പോരാട്ടങ്ങൾക്ക്, രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനവും ഞങ്ങളുടെ നാട്ടുകാരും നേതൃത്വം നൽകും എന്നാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ പറയുവാനുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്ന് ഒരാൾ ഒരു പരാതിയുമായിട്ട് വന്ന് നിൽക്കുമ്പോൾ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറയുന്ന തർക്കമാണ് തുടങ്ങിയത്. അത് പ്രസിഡൻ്റാണ് ചോദിക്കുന്നത്. പ്രസിഡന്റ് എന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുത്തുകൂടാ, ഇത്രയും സമയം കൊണ്ട് നിർത്തിയിരിക്കുകയല്ലേ, നടക്കുമെങ്കിൽ നടക്കുന്നില്ലെങ്കിൽ നാളെ വരാൻ പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം, തീരുമാനിക്കാം, എനിക്ക് കഴിയും, ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ അവിടെ ചെന്ന് സീറ്റിരിക്കാൻ പറയുന്നു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ അധിക്ഷേപിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഇത്രയും 25 വർഷത്തെ സേവനം നടത്തിയിട്ടുള്ള പഞ്ചായത്തിൽ ഇത്രയും നല്ലൊരു ജനപ്രതിയായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് എടുത്തിട്ടുള്ള നിലവിലെ വൈസ് പ്രസിഡന്റ് ശ്രീ വെള്ളനാട് ശ്രീകണ്ഠൻ അവരുമായിട്ട് ചെറിയ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. നമുക്ക് അറിയാവുന്ന പോലെ തന്നെയാണ് കഴിഞ്ഞ ഇത്രയും ദിവസം പല സെക്രട്ടറിമാരുടെ വന്നു. പ്രസിഡൻറ്റുമായിട്ടോ വൈസ് പ്രസിഡൻറ്റുമായിട്ടോ ഒരു വിഷയമില്ല. അവരെല്ലാവരും വികസനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ഈ സെക്രട്ടറി ഇപ്പോൾ മാറി വരുമ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ അവിടെ ശ്രീകണ്ഠൻ അവിടെ ഇല്ലായിരുന്നു. വെള്ളനാട് ശ്രീകണ്ഠൻ അപ്പോൾ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. പ്രസിഡൻറ്റുമായിട്ടും അവർ ആദ്യം വന്ന സമയം മുതലേ ഉടക്കുകയും പല കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തു. അവർക്കറിയാം നിലവിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും വീണ്ടും UDF അവിടെ അധികാരത്തിൽ വരും, വെള്ളനാട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഒരു പഞ്ചായത്ത് നമുക്ക് വരും എന്നുള്ള ആ ഒരു ഉറപ്പ് അവർക്ക് UDFിനുണ്ട്. അതിനെ എങ്ങനെയും തകിടം മറിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു പഞ്ചായത്തുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സെക്രട്ടറിയെ, അവർ നിലവിൽ കോർപ്പറേഷനുകളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ്, അവർക്ക് പഞ്ചായത്തുമായിട്ട് യാതൊരു ബന്ധവും കൂടി ഇല്ലാത്ത ഒരാളിനെ ഇവിടെ കൊണ്ട് അവർ ഇരുത്തുകയും രാഷ്ട്രീയപരമായിട്ട് അവർ പോലെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കളെ എല്ലാം വളരെ മോശമായി ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളനാട് ശ്രീകണ്ഠൻ ജനപ്രതിയായിട്ടുള്ള പല പ്രാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലും ഈ SC ആയാലും ST ആയാലും ഉള്ള ജനങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് നിന്നാണ് ജനപ്രതി ആയിട്ടുള്ളത്. എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. അവിടെ അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ അത് മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും ഇതിനെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നേടും, അതിനൊന്നും ഒരു മാറ്റവുമില്ല. നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിയമപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നേരിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകും.